ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഭഗവത്ഗീത നമുക്ക് തരുന്ന ജീവിത വിജയത്തിൻ്റെ ശക്തി, അറിവ് നാം ഗീതയിലൂടെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ ഈ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഗീതാ ശ്ലോകങ്ങൾ ബൈഹാർട്ട് പഠിച്ചതുകൊണ്ടോ ഡെയിലി വായിച്ചതുകൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാൻ പോകുന്നില്ല. ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമുക്ക് വളരെ വ്യക്തത വേണം ജീവിതത്തെക്കുറിച്ച്. പലപ്പോഴും നാം ജീവിതത്തെക്കുറിച്ചുള്ള വേണ്ടത്ര വിവേകം, പരിജ്ഞാനം ഇല്ലാതെ പോകുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കോവിഡ് തന്നെ നോക്കും. മഹാമാരി മനുഷ്യനെ ഇങ്ങനെ പിടികൂടാൻ എന്താ കാരണം? മനുഷ്യ ശരീരത്തിന് ആ കോവിഡ് എന്ന വൈറസിനെ പിടിച്ചു നിർത്താനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ അമിതമായ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുമ്പോൾ ഈ വൈറസിന് നിൽക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി. അപ്പം ഇതിനെ പ്രതിരോധിക്കാൻ ഗ്ലൂക്കോസ് കുറയണം, ശരീരത്തിൽ ആവശ്യമുള്ളതേ പാടുള്ളൂ. അതേപോലെ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി, അതിൻ്റെ പ്രോട്ടീൻ, വൈറ്റമിൻസ്, ഈ മിനറൽസ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാവണം. അപ്പോൾ പ്രതിരോധിക്കാനുള്ള സാധനങ്ങളില്ല, എന്നാൽ ആ വൈറസിന് നിൽക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കിക്കഴിഞ്ഞാൽ നാം ഈ ബാലൻസ് തെറ്റിച്ചു. അപ്പോൾ ആരോഗ്യം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ഇങ്ങനെ നാം മനസ്സിലാക്കാതെ പല കാര്യങ്ങളും കൊണ്ടു നടക്കുമ്പോൾ അതിന് പ്രകൃതി തരുന്ന ശിക്ഷയാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെയോ നിങ്ങളുടെയോ മിസ്റ്റേക്കല്ല. നമ്മുടെ വിദ്യാലയങ്ങളിൽ തന്നെ ഇതിനുള്ളൊരു സൗകര്യം ഒരുക്കണം. അല്ലെങ്കിൽ ഇപ്പം ഇനി വീട്ടുകാർ, അച്ഛനമ്മമാർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വിവേകമുള്ളവരാവണം. ഇന്നത്തെ ആധുനിക ടെക്നോളജിയെല്ലാം മനുഷ്യന് അഫോർഡബിളായി മാറണം. ഇപ്പം നമുക്ക് ശരീരത്തിൽ എത്ര ഓക്സിജൻ ഉണ്ടെന്ന് അറിയാനുള്ള സംവിധാനമുണ്ട്. അതേപോലെ തന്നെ ചെറിയ ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയാണെന്ന് അറിയാൻ സാധിച്ചാൽ, ഇപ്പം നമ്മൾ BP ഒക്കെ നോക്കാറില്ലേ വീടുകളിൽ, ഷുഗർ നോക്കാറില്ലേ, അതേപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്ത് പാർട്ട് നമുക്ക് നോക്കാൻ സാധിക്കണം. സത്യത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇതെന്തുകൊണ്ടാണ് ഞാൻ നോക്കണമെന്ന് പറയണത്? കാരണം വെച്ചാൽ ഈ എക്സസ് ആയിട്ടുള്ളത് നമ്മൾ ഉള്ളിൽ നിന്ന് കളയാത്തതുകൊണ്ടാണ്. അതാണ് മെയിൻ കാര്യം. നിങ്ങൾ എത്ര കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിലുള്ള എക്സസ് സാധനങ്ങൾ ബോഡി റിജക്റ്റ് ചെയ്യണമെങ്കിൽ ബോഡിക്ക് അതിൻ്റേതായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. ഉപ്പ്, സാൾട്ട്, സോഡിയം, അത് എക്സസ് ആയത് നിങ്ങൾ നടന്നു നോക്കും, വേർത്തിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയിക്കോളും. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് എക്സസ് ആയത് യൂറിനിലൂടെ പോവും, ഫിൽറ്റർ ചെയ്തിട്ട് കളയും അതിനെ. പക്ഷേ ശരീരത്തിന് വേണ്ടത്ര പ്രയത്നങ്ങൾ വരാതെ വരുമ്പോൾ, അതിന് വേണ്ടത്ര പ്രവൃത്തിയില്ലാതെ വരുമ്പോൾ ഇതെല്ലാം സ്റ്റോർഡ് ആവും, അക്യുമുലേറ്റഡ് ആവും. അപ്പോൾ പിന്നെ ശരീരത്തിൽ രോഗാണുക്കൾ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതുകൊണ്ട് ഭഗവത്ഗീതയിൽ നിങ്ങൾ പറയുന്ന ഇത്തരം ടെസ്റ്റുകൾ ചെയ്യണം എന്നല്ല, പക്ഷെ ആവശ്യമാണ് ടെസ്റ്റുകൾ നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു കൃത്യനിഷ്ഠമായൊരു ജീവിതത്തിൽ കൊണ്ടു നടന്നില്ല എങ്കിൽ പ്രതിരോധ ശക്തിയില്ലാത്ത ശരീരം കൊണ്ട് നമുക്കെന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ചുമരുണ്ടെങ്കിലല്ലേ വരയ്ക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ പ്രകൃതിയുടെ താളം തെറ്റരുത്, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യ താളം തെറ്റരുത്. ഇതാണ് ഭഗവാൻ കൃഷ്ണൻ വളരെ വ്യക്തമായി നമുക്ക് ഗീതയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പം ശരീരത്തിൻ്റെ താളം, മനസ്സിൻ്റെ താളം, രണ്ടിൻ്റെയും ബാലൻസ് നമുക്ക് കൊണ്ടു നടക്കാനുള്ള വിദ്യ അറിഞ്ഞിട്ട് നമ്മളത് അഭ്യസിച്ച് കഴിഞ്ഞാൽ ജീവിതം വിജയമായി. ഇപ്പം ജീവിതം വിജയിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻട്രൻസ് പരീക്ഷ എഴുതി പാസ്സായി, ശരീരത്തിന് ആരോഗ്യമില്ല, ആൾ കോവിഡ് വന്ന് മരിച്ചു പോയാൽ ആ എൻട്രൻസ് പരീക്ഷയുടെ ഗുണം ആർക്ക്, എന്തിന്? അതുപോലെ IAS കാരിപ്പം മരിക്കുന്നു, കോവിഡ് വന്ന് മരിക്കുന്ന എത്രയോ ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പരീക്ഷകളിലൊക്കെ പാസ്സായി, അതാണോ വിജയം? എന്നാൽ ആരോഗ്യം നഷ്ടപ്പെട്ടുള്ള വിജയം എന്ത് വിജയമാണ്? അപ്പോൾ നമുക്ക് ആരോഗ്യം വേണം, ശരീരത്തിനും ആരോഗ്യം, മനസ്സിനും ആരോഗ്യം. ഇതാണ് അതിൻ്റെ ബേസ്. ഈ ആരോഗ്യത്തിൽ ഇരുന്നു കൊണ്ട് വേണം ബാക്കിയുള്ളതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ. അപ്പം അതുകൊണ്ട് ഭഗവത്ഗീത ഈ ഒരു ബാലൻസിങ് സിസ്റ്റത്തെയാണ്
ഭഗവാൻ കൃഷ്ണൻ 3-ാം അധ്യായത്തിൽ 16-ാം ശ്ലോകത്തിൽ ചക്രം എന്നൊരു വാക്കുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിച്ചത്. നമുക്ക് ആ ശ്ലോകം ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നമ്മളതിൻ്റെ വ്യാഖ്യാനം. ബാക്കിയുള്ളത് കൂടെ നമുക്ക് കാണാം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയ അകായൂരിന്ദ്രിയാ രാമോ മോകം പാർത്ഥ സജീവതി. ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോണ്ടല്ലോ ഭഗവാൻ കൃഷ്ണനോട് നമുക്ക് വലിയ ആദരവ്, ബഹുമാനം, എന്തൊന്നില്ലാത്തൊരു കടപ്പാട് വരും. കാരണം ആധുനിക സയൻസ് എത്തി നിൽക്കുന്ന വീക്ഷണങ്ങളിലാണ്, ദർശനങ്ങളിലാണ്, കാഴ്ചപ്പാടുകളിലാണ്, ഗവേഷണ റിസൾട്ടുകളിലാണ് കൃഷ്ണൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് എത്തിയത് എന്ന് നമുക്ക് കാണുമ്പോൾ എത്ര നമ്മൾ അഭിനന്ദിച്ചാലും മതിയാവില്ല. നമ്മൾ യുവാക്കൾ മനസ്സിലാക്കണം, കുട്ടികൾ മനസ്സിലാക്കണം, നാം ആരാധിക്കുന്ന കൃഷ്ണനുണ്ടല്ലോ, നിങ്ങൾ ഗുരുവായൂരായാലും ശരി, ഏത് കൃഷ്ണ ക്ഷേത്രത്തിലായാലും ശരി, ആ കൃഷ്ണൻ ഒരു മഹാശാസ്ത്രജ്ഞനായിരുന്നു, അത്യധികം അറിവുള്ള ഒരാളായിരുന്നു. കാരണം ഈ വാക്കുകളൊക്കെ അന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു ടെലസ്കോപ്പോ ഒരു ഗവേഷണത്തിലുള്ള സൗകര്യമോ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് പറയുന്നത്. എന്നാൽ ഈ ഗവേഷണങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു. ഇവിടെ തന്നെ പരിശോധിച്ച് തന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട്. അതായിരുന്നു അവരുടെ തപസ്. അവർ വെറുതെ ബ്ലഫ് അടിച്ചതല്ല, ഒരു ഇമാജിനേഷനിൽ പറഞ്ഞതല്ല, വളരെ ഒബ്സർവ് ചെയ്ത് പറഞ്ഞതാണ്, തന്നെ നിരീക്ഷിച്ച് പറഞ്ഞാണ്. അപ്പം അവർക്ക് മനസ്സിലായി താനും ഈ പ്രപഞ്ചവും ഒന്ന് തന്നെയാണെന്ന്. അപ്പം തന്നെ നിരീക്ഷിച്ചാൽ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്നതിന് തുല്യമാണ്. അപ്പം തൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാണ് തൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത്, അതൊക്കെ തന്നെയാണ് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത്. അപ്പം തൻ്റെ ഉള്ളിൽ ചലനം സംഭവിക്കുന്നുണ്ട്, വായു വന്ന് ശരീരത്തിൽ വരുന്നു പോകുന്നു, അനസ്യൂതം. പ്രപഞ്ചത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വെള്ളം ചലിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിൻ്റെ അകത്ത് ഓരോ സെല്ലുകളും അണുക്കളും ചലിച്ചുകൊണ്ടിരിക്കുന്നു, വികാരങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആ ചലനത്തെ മുഴുവൻ അറിഞ്ഞ് ഈ ചലനത്തിലൂടെയാണ് ഇതെല്ലാം രൂപപ്പെടുന്നതെന്ന് മനസ്സിലാക്കി ഇനി രൂപപ്പെട്ടതെല്ലാം തിരിച്ച് പഴയ ചലനശക്തിയിലേക്ക്, അതായത് ഊർജ്ജശക്തിയിലേക്ക് തിരിച്ചു പോവും എന്നെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ പറയുന്നത് ഈ പ്രപഞ്ചം ഒരു ചക്രമാണ്, നിരന്തരം ചലനാത്മകമാണ്. നോക്കൂ, ഇന്ന് ശാസ്ത്രജ്ഞന്മാരും ചലനാത്മകമായ പ്രപഞ്ചം, സെൽഫ് ഇവോൾവിങ് യൂണിവേഴ്സ് എന്നാണ്. ഇതൊരു സ്റ്റാറ്റിക് യൂണിവേഴ്സ് അല്ല, ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെയാണ് എനിക്ക് ഇതര മതങ്ങളോടൊക്കെ പറയാനുള്ളത്. നിങ്ങളൊക്കെ പറയുന്ന സ്വർഗരാജ്യങ്ങളുണ്ടല്ലോ, ആകാശത്തിനപ്പുറത്തൊരു സ്വർഗരാജ്യമുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്ത് ആകാശത്തിലുണ്ടോ, ആകാശത്തിൻ്റെ ഭാഗമാണോ, ആകാശം തന്നെ ചലിക്കുന്നുവെങ്കിൽ, ഈ പ്രപഞ്ചം മുഴുവൻ ചലനാത്മകമാണെങ്കിൽ ചലനമുള്ളതിന് പരിണാമമുണ്ട്, എന്നും ഒരേ അവസ്ഥയിലിരിക്കില്ല. അപ്പം നിങ്ങൾ എന്ത് സ്വർഗം അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്നുള്ള സ്വർഗമാവില്ല നാളത്തെ സ്വർഗം. അപ്പം അന്തരീക്ഷത്തിൽ എന്തുണ്ടെങ്കിലും അത് അതുപോലെ നിൽക്കില്ല. നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നു, രൂപപ്പെടുന്നു, നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമാകുന്നു. 5000-ലധികം വർഷങ്ങൾക്ക് മുമ്പുള്ള ഭാരതത്തിൻ്റെ വിസ്ഡം ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. നക്ഷത്രങ്ങളെല്ലാം ജനിക്കുന്നു, മരിക്കുന്നു എന്ന് ശാസ്ത്രലോകം പറയുമ്പോൾ, ഈ യൂണിവേഴ്സ് മുഴുവൻ ഒരു ദിവസം ബ്ലാക്ക് ഹോളിലേക്ക് അപ്രത്യക്ഷമാകും എന്ന് പറയുമ്പോൾ, ഇവിടെ ഉള്ളതെല്ലാം ബ്ലാക്ക് ഹോളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രേ. കാരണം ഇതെല്ലാം അതിൻ്റെ പഴയ ഊർജ സ്രോതസ്സിലേക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഇത് തൈത്തിരീയോപനിഷത്തിൽ എഴുതി വച്ചിരിക്കുന്ന വരികളാണ്. തൈത്തിരീയോപനിഷത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വായിക്കണം, മനസ്സിലാക്കണം, ഞാൻ പറയുന്നതല്ല. പറയുന്നു, യതോ ഇമാനി ഭൂതാനി ജായന്തേ ഏന ഭൂതാനി ജീവന്തി തത് പ്രവിശന്തി. എവിടെ നിന്നാണോ യൂണിവേഴ്സ് വികസിച്ച് വന്നത്, ഏതൊരു പരിണാമത്തിലാണോ ശക്തിയിലാണോ ഈ യൂണിവേഴ്സ് നിൽക്കുന്നത്, അവസാനം അതേ ഊർജ്ജശക്തിയിലേക്ക് അത് തിരിച്ചു പോകും എന്ന് പറയുമ്പോൾ ചക്രം എന്നതിന് അർത്ഥമെടുക്കേണ്ടത് സൂക്ഷ്മതയിൽ നിന്നും സ്ഥൂലതയിലേക്കുള്ള വികാസം, പരിണാമം, വീണ്ടും സ്ഥൂലതയിൽ നിന്നും സൂക്ഷ്മതയിലേക്കുള്ള പരിണാമം. ഇത് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്
എത്രയോ വർഷം മുമ്പ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ പറഞ്ഞിരിക്കുകയാണ്, അണോരണീയാൻ മഹതോ മഹീയാൻ. ഇത് അണുവിലും അണുവാണ്, മഹത്തിലും മഹത്താണ്. അണു തന്നെയാണ് മഹത്തായിത്തീരുന്നത്, മഹത്ത് തന്നെയാണ് അണുവായിത്തീരുന്നത്. ഒരു മൈക്രോ എനർജിയാണ് ഒരു മാക്രോ മാറ്ററായിട്ട് മാസ്സായിട്ട് മാറിയിട്ടുള്ളത്. അപ്പം എല്ലാം ഒരു ചലനത്തിൻ്റെ ഭാഗമാണ്. അപ്പം ചലനം സംഭവിക്കുമ്പോൾ സൂക്ഷ്മത സ്ഥൂലതയാകുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഗ്യാസ് അത് പിന്നീട് സൂക്ഷ്മ അണുക്കളായി മാറി, അത് പിന്നീട് ചൂട് പിടിക്കുന്നു, അത് ദ്രവ്യാവസ്ഥയിലേക്ക് വരുന്നു, ഖരാവസ്ഥയിലേക്ക് വരുന്നു. ഇങ്ങനെ സൂക്ഷ്മത സ്ഥൂലമായി മാറുന്നു, സ്ഥൂലത വീണ്ടും സൂക്ഷ്മമായും. ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? ഇതെല്ലാം ചില നിയമങ്ങളെ അനുസരിക്കുന്നു. നിയമത്തിലാണ്, ചില ഇൻ്റലിജൻസ്, അതിന് പറയാം, ചില പ്രോഗ്രാമിങ്ങിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ചലനം. അല്ലെങ്കിൽ ഒരു മുഴുവൻ ക്യാവോസ് അടിച്ച് തകർക്കുമായിരുന്നു. ഗ്രഹങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടി എല്ലാം തകർന്ന് തരിപ്പണമായിരുന്നു. എല്ലാം ചില നിയമങ്ങളെ ഭംഗിയായിട്ട് അനുസരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇതെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നത്. പറയുന്നു, ആത്മാവ ഇതമേവ അഗ്ര ആസി ന അന്യത് കിഞ്ചന വിശത് സ ഐക്ഷത. ഇതെല്ലാം ഒരു ആത്മാവിൽ നിന്നാണ്, ഏകമായ ആത്മാവിൽ നിന്നാണ്, ബോധത്തിൽ നിന്നാണ് വികസിച്ച് വന്നത്. ആ ബോധ നിയമത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങളെല്ലാം ഒരു റൂൾ പ്രകാരം, ഓർഡർ പ്രകാരം ചലിച്ച് വികസിച്ച് വീണ്ടും അത് ചലനത്തിലേക്ക് തന്നെ, ആ സൂക്ഷ്മാവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ ബോധ നിയമം, ബോധത്തിലുള്ള ഇൻ്റലിജൻസ്, ആ നിയമത്തിലൂടെ ഈ പ്രപഞ്ചം വികസിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ചില നിയമങ്ങളെ അനുസരിക്കുന്നു. ഇന്ന് ശാസ്ത്രജ്ഞന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നേച്ചേഴ്സ് ലോ എന്നവർ പറയുന്ന ദ ലോ ഓഫ് ദ നേച്ചർ എന്ന് പറയുന്ന, ദ ലോ ഓഫ് ഗ്രാവിറ്റി, ദ ലോ ഓഫ് ദിസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ലോ എന്നൊരു വാക്ക് പറയില്ലേ. വാസ്തവത്തിൽ വാട്ട് ഈസ് ദ ലോ? ഫ്രം വെയർ ദറ്റ് ലോ കെയിം, എവിടെ നിന്നാണത് വന്നിരിക്കുന്നത്? അപ്പം നാം മനസ്സിലാക്കേണ്ടത്, ബോധത്തിന് മാത്രമേ നിയമങ്ങളെ കൽപ്പിക്കാൻ അല്ലെങ്കിൽ നിയമങ്ങളെ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. കാരണം നിയമം എന്ന് പറഞ്ഞാൽ തന്നെ ചിലത് എത്രത്തോളം ചെയ്യണം, എത്രത്തോളം ചെയ്യരുത്, എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഇൻ്റലിജൻസാണ്. അപ്പോൾ ആ ഇൻ്റലിജൻസ് ഈ പ്രകൃതിക്ക് കിട്ടിയിട്ടുള്ളത് ബോധത്തിൽ നിന്നാണെങ്കിൽ, ഈ പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കുന്നത് ബോധത്തിൻ്റെ ആ ഒരു ഇൻ്റലിജൻസിലാണ്, നിയമത്തിലാണ്. നമ്മൾ വളരെയധികം ആഴത്തിലേക്ക് ഇറങ്ങിയത് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. വളരെ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്നത് ശരിയാണെന്ന്. അതായത് സ്വർഗമുണ്ടെന്ന് പറയുന്നവരോട് പോലും മനസ്സിലാക്കി തരാനുള്ളത്, ആ സ്വർഗമെന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. ആ സ്വർഗം, അവിടെ ഒരു സ്വർഗം ഇരിക്കട്ടെ, നിങ്ങൾ അങ്ങനെ വെച്ചോളൂ. പക്ഷെ ആ സ്വർഗം എന്ന് നിങ്ങൾ പറയുന്നത് പോലും ചില നിയമങ്ങളെ അനുസരിച്ച് സ്വർഗത്തിന് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആ സ്വർഗത്തിന് നിൽക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ പറയുന്ന സ്വർഗത്തിൽ ഇന്ന സുഖം, ഇതാര് നിശ്ചയിച്ചു? അപ്പം നിങ്ങൾ പറയേണ്ടത് ദൈവം നിശ്ചയിച്ചു. അപ്പം ആരാണ് ദൈവം നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു ബോധമാണ്. അപ്പം നമ്മളുടെ ബോധവും ദൈവത്തിൻ്റെ ബോധവും അത് രണ്ടല്ല. അതാണ് നമുക്ക് പറ്റുന്ന ഈ മതങ്ങൾ വരുത്തുന്ന തെറ്റ്. ബോധം എന്ന് പറയുന്നത് രണ്ടാവില്ല. എന്നാൽ പിന്നെ അവരെന്താ രണ്ടായിട്ട് കാണുന്നത്? ചിന്തകളെ അവർ ബോധമായിട്ട് കാണും, മനുഷ്യനെ അവർ ചിന്തകളായിട്ടാണ് കാണുന്നത്. എന്നാൽ ചിന്തകൾക്കതീതമായ ബോധം തന്നെയാണ് മനുഷ്യനും എല്ലാം. ഇവിടെ എല്ലാം ഒരേ ശക്തി തന്നെയാണ്, എല്ലാം ഒരേ ശക്തി. ഇവിടെ നോക്കൂ, രണ്ട് തരത്തിലേ ശക്തികളൊന്ന് ചലനാത്മകമായ യൂണിവേഴ്സൽ എനർജിയും കോസ്മിക് മോഷനും, രണ്ടാമത്തത് ആ മോഷൻ, ആ ചലനത്തിന് നിയമം കൊടുക്കുന്ന, അതിലേക്ക് നിയമം എത്തിക്കുന്ന കോൺഷ്യസ് ഇൻ്റലിജൻസും, ഒരു ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ്സും. അപ്പോൾ ശുദ്ധബോധവും ആ ബോധത്തിൽ ചലിക്കുന്ന പ്രപഞ്ചവും, ഇത്രയും നമുക്ക് മനസ്സിലായാൽ തന്നെ ഇവിടെ ഒരിക്കലും പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായ സ്വർഗത്തിലേക്കല്ല മനുഷ്യന് പോകാനുള്ളത്. മനുഷ്യന് പോകാനുള്ളതെല്ലാം ആ ബോധത്തിലേക്ക് തന്നെയാണ്. കാരണം നമ്മളെല്ലാം ബോധ സ്വരൂപന്മാരാണ്, ബോധം തന്നെയാണ്. അപ്പം നമ്മുടെ ആ ബോധ ശക്തി നമുക്ക് തരുന്നൊരു സ്വാതന്ത്ര്യം കൊണ്ടാണ് എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത് എന്നതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ആ ഫ്രീ വില്ലുള്ളതിന് കാരണം, ഫ്രീഡം ഉള്ളതിന് കാരണം നമ്മളിലെ ബോധം തരുന്ന ആ ഒരു ഇൻ്റലിജൻസാണ്, സ്വാതന്ത്ര്യമാണ്. അപ്പം അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ ജീവിതത്തെ മനസ്സിലാക്കൂ. വാട്ട് ഈസ് ലൈഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോധത്തിൻ്റെ നിയമത്തിൽ, ബോധത്തിലുള്ള ബോധ നിയമം, ആ നിയമത്തിൽ ചലിച്ച് വികസിക്കുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഇത് ക്ലിയറായാൽ പിന്നെ നിങ്ങൾക്ക് സംശയമില്ല.
ഏതായാലും ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരാനായിരിക്കാം പൂർവികന്മാർ ലളിതമായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ആദിനാരായണ രൂപം നമുക്ക് കാണിച്ചത്. നിങ്ങളൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നവരാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ടാവും അനന്തൻ്റെ മുകളിൽ കിടക്കുന്ന ആദിനാരായണൻ. ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ പാമ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വിഷ്ണു കിടക്കുക. പിന്നെ അന്ധവിശ്വാസമാണല്ലോ പൊതുവേ നമുക്കൊക്കെ ഉള്ളത്. ഇപ്പം നമ്മളെന്താ കരുതിയത്, ആകാശത്തിൽ പാലാഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അല്ലെങ്കിൽ വൈകുണ്ഠം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ വൈകുണ്ഠത്തിൽ വലിയൊരു പാമ്പ് പോലൊരു അനന്തൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു ബെഡ്, ആ ബെഡ് മുകളിൽ നാരായണൻ അങ്ങനെ പാമ്പിൻ്റെ മുകളിൽ കിടക്കുക. അപ്പം ഇതൊക്കെ ആദ്യം മനസ്സിലായി സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ്. പക്ഷേ ഇതൊക്കെ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഋഷിവര്യന്മാരുടെ ആ ഒരു ദീർഘവീക്ഷണം ഉണ്ടല്ലോ, എത്ര നമിച്ചാലും മതിയാവില്ല. കാരണം ഈ പാമ്പിനെ വിളിക്കുന്ന പേര് അനന്തൻ എന്നാണ്, കിടക്കുന്ന ആളെ വിളിച്ചത് നാരായണൻ എന്നാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാവും അത്ഭുതം. കാരണം ഇന്നത്തെ ആധുനിക സയൻസ് ഉണ്ടല്ലോ, പറഞ്ഞതും ഇനി പറയാൻ ബാക്കിയുള്ള, ഞാൻ പറയില്ലേ അവർക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റാത്ത ഉത്തരം കാണിച്ചു കൊടുക്കുന്ന അതിഗംഭീരമായൊരു ചിത്രം. എന്താണ് അവർ കണ്ടിരിക്കുന്നത്? ഈ പ്രപഞ്ചം അതിൻ്റെ ഷേപ്പ് നോക്കൂ നിങ്ങൾ. പ്രപഞ്ചത്തിൻ്റെ ഷേപ്പ് ഒരു ഓവൽ ഷേപ്പാണ്. പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചലനത്തിൽ എപ്പോഴും സൂക്ഷ്മത സ്ഥൂലമായി വികസിക്കുന്നു, സ്ഥൂലത വീണ്ടും സൂക്ഷ്മതയിലേക്ക്. ഇനി നിങ്ങൾ ആ പാമ്പിനെ നോക്കൂ. പാമ്പ് അങ്ങനെ ചുരുണ്ട് കിടക്കുകയാണ്. അതിൻ്റെ ആ ശരീരമുണ്ടല്ലോ അതങ്ങനെ കോയിൽ പോലെ കിടക്കുകയാണ്. അപ്പം എന്താ ഈ കോയിൽ കാണിക്കുന്നത്, ഈ പാമ്പ് കാണിക്കുന്നത്? പ്രപഞ്ചശക്തി, യൂണിവേഴ്സൽ മോഷൻ, ഈ പ്രപഞ്ചത്തിൻ്റെ ചലനത്തെ കാണിക്കുകയാണ്. ഈ പ്രപഞ്ചം ചലിച്ച്, ആ പാമ്പിന് 5 പത്തികളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ 5 പത്തികൾ ഏതാണ്? ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് 5 ശക്തികളിലാണ് നമുക്ക് കാണാൻ അനുഭവിക്കാൻ പറ്റുന്നത്. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. അതായത് ആദ്യം അത് വളരെ സൂക്ഷ്മമായ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നു. പിന്നെ അത് വാതക രൂപത്തിലേക്ക് വരുന്നു. വാതക രൂപത്തിൽ നിന്ന് അത് ചൂടായി പിന്നീട് അത് ലിക്വിഡ് ഫോമിലേക്ക് വരുന്നു. ലിക്വിഡിൽ നിന്നും അത് സോളിഡിലേക്ക് വരുന്നു. അപ്പോഴാണല്ലോ നമ്മൾ ഭൂമി എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എർത്ത് എന്നുള്ള അർത്ഥത്തിലല്ല അതിന് അർത്ഥം എടുക്കേണ്ടത്. നമ്മൾ എർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലം എന്നാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ സോളിഡ് എന്നുള്ള അർത്ഥം. ഭൂമം വലുത്, അത് സോളിഡായിരിക്കുന്നത്. അപ്പം ഇപ്രകാരം ഈ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ച് വന്നതിൻ്റെ കാരണം ഇതിൽ നാരായണൻ. ആരാ നാരായണൻ? നിങ്ങൾ ഓരോരുത്തരും എടുത്തു വായിക്കണം ചില ഉപനിഷത്ത്. നാരായണ അഥർവ ശീർഷോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. നാരായണ അഥർവ ശിരോപനിഷത്ത് നിങ്ങൾക്ക് 108 ഉപനിഷത്തുകളിൽ കാണാൻ പറ്റും. അവിടെ നാരായണനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അതോ നിത്യനാരായണ. നാരായണൻ എവിടെയാണ്? നാരായണ ഉപനിഷത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. യത്കിഞ്ചദൃശ്യദേശൂയതേപിവാം അന്തർബഹിതതസ്സർവം വ്യാപ്യ നാരായണ സ്ഥിത. അതുപോലെ അഥർവ ശിശോപനിഷത്തിൽ പറയുന്നത് നാരായണോ നിഷ്കളങ്കോ നിരഞ്ജനോ നിർവികൽപ്പോ നിരാഖ്യാത ശുദ്ധോ ദേവയേകോ നാരായണ. നാരായണൻ ആരാണ്? നിരാകാര, നിരവ്യ, നിരഞ്ജന, നിഷ്കള, ഇങ്ങനെ രൂപമില്ലാത്ത. അപ്പം ആരെ ഉദ്ദേശിക്കുന്നത്? നാരായണൻ. നാരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ബോധം എന്നാണ്. അപ്പോൾ ബോധമാണ് ഈ പ്രപഞ്ചത്തിൽ നിയമങ്ങൾ കൊടുക്കുന്നത്. അപ്പം ഈ പ്രപഞ്ചം എവിടെ കിടക്കുന്നത്? അയനം. നാരനിൽ അയനം ചെയ്യുന്നു പ്രപഞ്ചം. നാരനിൽ അയനം ചെയ്യുന്നു പറഞ്ഞാൽ ബോധത്തിൽ ലയിച്ചിരിക്കുകയാണ് ഈ പ്രപഞ്ചം. ബോധം മുകളിലാണ് നാരായണൻ കിടക്കുന്നത്. അതെന്താ കാരണം? കാരണം ഈ പ്രപഞ്ച ഊർജം അത് സോളിഡ് ആകും തോറും താഴോട്ടാണല്ലോ സോളിഡ് വരുന്നത്. പിന്നീട് അത് സൂക്ഷ്മമാവും തോറും മുകളിലേക്ക്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് സ്പ്രിങ് പോലെ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടല്ലോ വാഷ് ബേസിന് നമ്മൾ ഒരു വേസ്റ്റ് പൈപ്പ് വയ്ക്കും, ഒരു സ്പ്രിങ് പോലെ. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പൈപ്പ്, അതിങ്ങനെ വലിക്കുകയും ചെയ്യാം. അടിയടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ ബബിൾ ഗം കഴിക്കുന്ന പോലെ ഇങ്ങനെ ചുരുക്കുകയും ചെയ്യാം, വലുതാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ പ്രപഞ്ചം ഇങ്ങനെയാണ്. ഒരു പാമ്പിനെ പോലെ അത് ചുരുങ്ങുന്നു, അത് വലുതാകുന്നു. പാമ്പ് കണ്ടില്ലേ? അതിൻ്റെ എല്ലാം ചുരുണ്ട് കിടക്കാം, പിന്നീട് അതിന് ശരീരം കൊണ്ട് വലുതാക്കാം. ഇതാണ് ആ പാമ്പിനെ തന്നെ വെച്ചിരിക്കുന്നത്. അനന്തൻ എന്നാണ്. അനന്തൻ എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും ഇല്ലാത്ത. ഈ യൂണിവേഴ്സിന് ആദിയും അന്തവും ഇല്ല. ഇന്ന് സയൻസ് എന്താ പറയണത് അറിയോ? ദർ ഇസ് നോ ബിഗിനിങ് ആൻഡ് എൻഡ് ഫോർ ദിസ് യൂണിവേഴ്സ്.
എർത്തുണ്ടായതും മറ്റുമൊക്കെ അവരൊരു ഡേറ്റ് പറയുന്നത്. കാരണം ഇതിൻ്റെ ആ ബിഗ് ബാങ് ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പറയുകയാണ്. പക്ഷേ യൂണിവേഴ്സ് എന്നുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഇവിടുത്തെ എനർജി എന്നുണ്ടായി എന്നതിന് അവർ പറയുന്നത് ഇറ്റ്സ് എ സെൽഫ് എക്സിസ്റ്റിംഗ് ആണ്, സെൽഫ് ഇവോൾവിങ് ആണ്. ഇതൊരിക്കലും ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഉണ്ടായതല്ല. ഇപ്പം എന്നുമുള്ളതാണത്, സ്ഥായിയാണ്. അപ്പം ഈ പ്രപഞ്ച ഊർജമാണ് ഇവിടെ അനന്തൻ. ആ പ്രപഞ്ച ഊർജം വികസിക്കുന്നതിന് കാരണം നാരനിൽ അയനം ചെയ്യുന്നതുകൊണ്ടാണ്. നാരനിൽ പ്രപഞ്ചം അയനം ചെയ്യുന്നു. അല്ലാതെ പാമ്പിൻ്റെ മുകളിൽ നാരായണൻ കിടക്കുന്നു എന്നാണ് നമ്മൾ കാണണമെങ്കിൽ സൂക്ഷ്മമായി ചിന്തിച്ചാൽ നാരനിൽ, അതായത് ബോധത്തിൽ പ്രപഞ്ചം ലയിച്ചിരിക്കുന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുണ്ടോ എന്നറിയില്ല. നമ്മൾ പരസ്പരം കാണുമ്പോൾ, ഇപ്പം നാം ദേഹം കാണുന്നു, ഒരാളെ നമ്മൾ തലയും കണ്ണും കാതൊക്കെ ഉള്ള ഒരാളെ കാണുന്നു. ഇനി നമുക്കൊരു സൂക്ഷ്മദർശനിയിലൂടെ കാണാൻ പറ്റിയിരിക്കുക, അല്ലെങ്കിൽ ഒരു സൂക്ഷ്മമായി നമുക്ക് കാണാൻ പരിശീലിപ്പിക്കാതിരിക്കുക. നമ്മളെന്ന് പറയുന്നത് അത് വെള്ളമാണ്, ഗ്യാസാണ്, ഊർജ കണികകളാണ്. ഈ ഊർജം മുഴുവൻ ഒരു നിയമപ്രകാരം ചലിച്ച് ചലിച്ച് രൂപമായി നിൽക്കുന്നു. അതിനെ രൂപമാക്കി നിലനിർത്തുന്നത് അനന്തബോധമാണ്. അപ്പോൾ ഈ ശരീരം മുഴുവൻ അനന്തബോധത്തിലാണ്. എല്ലാ ശരീരങ്ങളും നിൽക്കുന്നത് അനന്തബോധത്തിലാണെന്ന് നാം തിരിച്ചറിയുമ്പോൾ എല്ലാവരും ഒരേ ഈശ്വരനിൽ, ഒരേ ആത്മാവിൽ, ഒരേ ബോധത്തിൽ, ഒരേ ബ്രഹ്മത്തിൽ ആണ് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കിവിടെ എന്താണ് വേറെ നമ്മളിൽ നിന്നും അന്യമായിട്ടൊന്നുള്ളത്? ഇവിടെ മനുഷ്യൻ ആ സമയത്ത് പരിവർത്തനം വന്നു. എല്ലാം ഒരേ ബോധം തന്നെ, ഏകമേവ അദ്വിതീയം, തന്നിൽ നിന്ന് വേറെ ഒന്നുമില്ല, എല്ലാം ഒരേ സത്യം തന്നെ. ഇത് മനസ്സിലാവും നമുക്ക്. ഒരു കണികയിൽ പ്രപഞ്ചം മുഴുവൻ ഇരിക്കുന്നു എന്ന് ലോകം മനസ്സിലാക്കുമ്പോൾ ആ കണിക തന്നെയാണ് ഈ പ്രപഞ്ചമെന്ന് നാം തിരിച്ചറിയുമ്പോൾ ആ കണികയും പ്രപഞ്ചവും വേറെയല്ല. അത് ഇന്ന് സയൻസ് ഏറെക്കുറെ അതിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളും പ്രപഞ്ചവും വേറെയല്ലെന്നും ഈ പ്രപഞ്ചം നിൽക്കുന്നത് മുഴുവൻ ഒരേ ബോധത്തിലാണെന്നും അതെന്ന് ലോകത്തിന് മനസ്സിലാവുന്നു അന്ന് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരും. കാരണം നമ്മുടെ ദർശനം ക്ലിയറായി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആരോടും മല്ലടിക്കാനോ പോരാടാനോ ഒന്നുമില്ല. സ്വർഗത്തിലേക്കല്ല നമുക്ക് പോകാനുള്ളത്. നമുക്കിവിടെ നമ്മുടേതായിട്ടുള്ളൊരു ആരെയും വെട്ടിക്കൊന്ന് തകർത്തൊരു രാഷ്ട്രവും ഉണ്ടാക്കാനില്ല. ഇവിടെ മുഴുവൻ ഒരേ ബോധ സ്വരൂപന്മാരും ആ ബോധത്തിൽ നിന്ന് വികസിച്ച് വന്ന വ്യത്യസ്ത ശരീരങ്ങളും, ഒരു കയ്യിൽ വ്യത്യസ്ത വിരലുകൾ നിൽക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ നാം മനസ്സിലാക്കുന്ന ഇപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പം നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ പ്രപഞ്ച ചലനത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ശരീരം മുഴുവൻ ചലനം സംഭവിക്കുന്നത് മുഴുവൻ ബോധത്തിലുള്ള ചില നിയമങ്ങളെ ആസ്പദമാക്കിയിട്ടാണ്. ആ നിയമത്തെ താളം തെറ്റിക്കാൻ നാം അനുവദിക്കരുത്. അപ്പോൾ ഈ ശരീരം അതിൻ്റെ താളം തെറ്റരുത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യസ്വാമികൾ വളരെ വ്യക്തമായി പറഞ്ഞത്, ഈ ശരീരത്തിൻ്റെ താളം തെറ്റിയാൽ പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റി, പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റിയാൽ ശരീരത്തിൻ്റെ താളം തെറ്റി. അപ്പം അതുകൊണ്ട് നാം കഴിക്കുന്ന ആഹാരത്തിൽ പോലും നിഷ്കർഷ വേണം. ശരീരത്തിൻ്റെ താളം തെറ്റിച്ചുകൊണ്ട് നാം ആഹാരം കഴിച്ചാൽ അത് പ്രകൃതിയുടെ താളവും തെറ്റും. പ്രകൃതിയുടെ താളം തെറ്റുമ്പോൾ നമ്മുടെ താളവും തെറ്റും. ഇത് നാം മനസ്സിലാക്കണം. മനുഷ്യരെല്ലാവരും രോഗികളായി കഴിഞ്ഞാൽ പ്രകൃതിയും രോഗിയാണ്. അതാണ് ഇന്ന് രോഗം ഇത്ര വ്യാപിക്കുന്നതിന് എന്താ കാരണം? മനുഷ്യൻ രോഗിയാണ്, പ്രകൃതിയും രോഗിയാണ്. അപ്പം രോഗം വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യമുണ്ടാവണം, പ്രതിരോധമുണ്ടാവണം. പ്രതിരോധമുണ്ടാവാൻ എന്ത് വേണം? പ്രതിരോധത്തിന് വേണ്ടത് ആരോഗ്യത്തിന് ഹാനികരമായത് മാറ്റി നിർത്തണം. ഹാനികരമായതിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് റിജക്റ്റ് ചെയ്യണം. അപ്പം അതിന് ചില ചിട്ടകളും നമ്മളെ ജീവിത രീതികളിലൊക്കെ മാറ്റം വരുത്തണം. കുറേ ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് യോഗയും മറ്റുമൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ ആഹാരത്തിലും ചില ശ്രദ്ധ വെക്കുന്നത്. ആഹാരശുദ്ധോ സത്വശുദ്ധി എന്നാണ്. നാവിൻ്റെ രുചിക്കുള്ളതൊക്കെ കയറി കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ദുരന്തവും ദുഃഖവുമായിരിക്കും. ഏതായാലും ഈ ശ്ലോകത്തെക്കുറിച്ച് ഒന്നുകൂടി നമുക്ക് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് വേണം. ഭഗവാൻ ഗീതയിൽ 17-ാം അധ്യായത്തിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് ചില കാര്യങ്ങളും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു ശ്ലോകത്തെ പൂർണ്ണമാക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്കത് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി ഓം.